ബ്രസീൽ ഇന്ന് താങ്കളുടെ മൂന്നാം റൗണ്ട് മത്സരത്തിനായി കളിക്കാനിറങ്ങുകയാണ്. ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡ് പോരാട്ടം. ഈ മത്സരം മികച്ച വിജയത്തോടു കൂടി തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കും ബ്രസീലിൻ്റെ ശ്രമം. നിലവിൽ 4 പോയിൻ്റാണ് ബ്രസീലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും കാർലോ ആൻസെലോട്ടിയും ടീമും ഇന്ന് കളിക്കാനിറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ ഹെയ്ത്തിയെ 3-0 തോൽപ്പിച്ചായിരുന്നു ബ്രസീലിൻ്റെ വമ്പൻ തിരിച്ചുവരവ്. എന്നാൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡ് ഹെയ്ത്തിയേക്കാൾ കുറച്ച് അപകടകാരികളായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനോട് കൂടിയായിരിക്കും കാർലോ ആൻസെലോട്ടി ടീമിനെ ഇറക്കുക. സൂപ്പർ താരമായ നെയ്മർ ഇന്ന് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ലൈനപ്പ് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ സ്പോർട്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ബ്രസീലിൻ്റെ 11 ഇങ്ങനെയാകാനാണ് ഏറ്റവും സാധ്യത. നമുക്ക് അവരുടെ 11 പരിശോധിക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് അലിസൺ ബക്കർ തന്നെയായിരിക്കും ഇന്നും ബ്രസീലിൻ്റെ ഗോൾ വില കാക്കുക. പ്രതിരോധത്തിൽ വലിയ മാറ്റങ്ങളില്ല. ലെഫ്റ്റ് ബാക്കിൽ ഡഗ്ലസ് സാന്റോസ് ആയിരിക്കും. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മാർക്കിന്യോസും ഗബ്രിയൽ മെഗല്ലസും. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് ഡാനിലോ. മധ്യനിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ മിന്നും പ്രകടനം പുറത്തെടുത്ത ലുക്കാസ് പക്കേറ്റയ്ക്കൊപ്പം കസമീറോയും ബ്രൂണോ ഗിമറസുമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ കസമീറോയുടെ മോശം പ്രകടനമാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. താരം മികച്ച ഫോമിലേക്ക് ഈ മത്സരത്തിലൂടെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധകർ. മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയറും മാറ്റിയസ് കുഞ്ഞയും ഉണ്ടാകും. പരിക്കേറ്റ റാഫീഞ്ഞയ്ക്ക് പകരം റയാൻ ഫസ്റ്റ് 11-ൽ ഇറങ്ങാനാണ് സാധ്യത. ഇതാണ് ബ്രസീൽ ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ലൈനപ്പായി പ്രമുഖ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ സ്പോർട്സിന്റെ റിപ്പോർട്ട്. സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇന്ന് ടീമിലുണ്ടായേക്കും. താരം കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ താരം പകരക്കാരനായി കൊണ്ടായിരിക്കാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ഇന്ന് നടക്കുന്ന ബ്രസീൽ vs സ്കോട്ട്ലാൻഡ് പോരാട്ടത്തിന്റെ സ്കോർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ബ്രസീലിന് വിജയിക്കാനാകുമോ? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.